നിങ്ങള് എന്ത് ജോലി ചെയ്യുന്ന ആളോ ആവട്ടെ, നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റാത്തത്ര ജോലി ഉണ്ടായാല് നമ്മളെന്താ ചെയ്യാ? നമ്മളത് പെട്ടെന്ന് ജോലി എടുത്ത് തീർക്കാൻ നോക്കും. നമ്മള് എക്സ്ട്രാ വർക്ക് ചെയ്യും, ഓവർ ടൈം വർക്ക് ചെയ്യും. ചില ആളുകൾ ഓഫ് ഡേ ഒക്കെ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടൊക്കെ അത് തീർക്കാൻ നോക്കും. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് 1 2 ദിവസമൊക്കെ നമുക്ക് അങ്ങനെ എക്സ്ട്രാ ഓവർ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ മാക്സിമം നമുക്ക് ഓവർ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു ഡോക്ടറായിട്ടില്ല, ഒരു കിഡ്നി അസുഖത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് ഡയബറ്റിക് കിഡ്നി ഡിസീസിനെ കുറിച്ചാണ്. അതായത് പ്രമേഹമുള്ള പല ആളുകൾക്കും ചിലപ്പോൾ 10 15 വർഷം പ്രമേഹമുണ്ട്. കഴിഞ്ഞ 10 വർഷം തീരെ കൺട്രോൾ ഇല്ലെങ്കിലും അവരെ ക്രിയാറ്റിൻ പക്ക നോർമലായിരിക്കും, 0.9 അല്ലെങ്കിൽ 1 ആയിരിക്കും. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മളെ കിഡ്നി ഓവർ ടൈം വർക്ക് ചെയ്യുന്നതാ. അതിനെ നമ്മൾ മെഡിക്കൽ ലാംഗ്വേജിൽ നമ്മൾ ഹൈപ്പർ ഫിൽട്രേഷൻ എന്നൊക്കെ പറയും. അതായത് കിഡ്നിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതിലേറെ എമൗണ്ട് കിഡ്നിക്ക് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ കിഡ്നിന്റെ ചില ഭാഗങ്ങളൊക്കെ നശിച്ചു പോയി. അപ്പൊ ബാക്കിയുള്ള ഭാഗങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ട് കിഡ്നി നമ്മളെ ക്രിയാറ്റിനൊന്നും കൂടാതെ നമ്മളെ ശരീരത്തിന് ബുദ്ധിമുട്ടൊന്നും വരാതെ നമ്മളെ ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ എന്താ വെച്ചാൽ അതൊരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കിഡ്നിന്റെ കപ്പാസിറ്റിന്റെ അപ്പുറം ശരീരത്തിൽ കിഡ്നിക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫെയിൽ ആവും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഇപ്പോൾ 15 വർഷം ഷുഗർ ഉണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച വരെ അവരെ ക്രിയാറ്റിൻ ഒരു 1.8 അല്ലെങ്കിൽ 1.5 ഒക്കെ ഉള്ളായിരുന്നു. പെട്ടെന്ന് അവർക്കൊരു പനിയോ അല്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷനോ വന്നപ്പോൾ അത് 1.8 2 2.5 അത് കഴിഞ്ഞ് ഒരു 2 3 മാസമൊക്കെ കഴിഞ്ഞപ്പോത്തിന് ഇതേ പേഷ്യന്റ് തന്നെ കാലിൽ നീരൊക്കെ വന്നിട്ട് ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മള് ഈ പേഷ്യന്റിനോട് ചോദിക്കുമ്പോൾ അവർ പറയും എപ്പോഴും കഴിഞ്ഞ 6 മാസമായിട്ട് ആൾക്ക് പ്രശ്നമുള്ളൂ എന്നാ. പക്ഷെ നമ്മൾ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ചോദിച്ചു നോക്കുമ്പോൾ ഇവർക്ക് കഴിഞ്ഞ 10 വർഷം ഷുഗർ കൺട്രോൾ ആവൂല, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ആവറേജ് ഷുഗർ ഒക്കെ നോക്കുമ്പോൾ ഏകദേശം 200 300 റേഞ്ചിലൊക്കെ ഉണ്ടാവും. മൂത്രത്തിൽ പതയൊക്കെ ഉണ്ടാവും. ഇതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെ കിഡ്നി ഫെയിൽ ആയിട്ട് നമ്മൾ ഡയാലിസിസ് പോകുന്നത്, എസ്പെഷ്യലി പ്രമേഹമുള്ള ആളുകൾ, ഒരു 3 4 അല്ലെങ്കിൽ 2 3 വർഷം കൊണ്ടുള്ള ഒരു പ്രോബ്ലം അല്ല. അത് കഴിഞ്ഞ 5 10 വർഷം നമ്മൾ ഇതേപോലെ കിഡ്നിനെ കൊണ്ട് ഓവറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് പല ആളുകൾക്കും ചെറിയൊരു ഇൻഫെക്ഷനോ ഫീവറോ എന്തെങ്കിലും വരുമ്പോൾ തന്നെ അവരെ കിഡ്നി ഷട്ട് ഡൗൺ ആയിട്ട് അവർ ഡയാലിസിസിൽ പോവാൻ അത് കാരണമാവുന്നത്.